പക്ഷെ ഇതെല്ലാം നമ്മൾ കർത്താവിൽ ഉപദേശം പ്രാപിക്കുമ്പോൾ, കർത്താവിൽ നിന്ന് നേരിട്ട് പഠിക്കുമ്പോൾ ഇത് എന്റേതല്ല, ക്രിസ്തുവിന് നിരക്കാത്തതാണ്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് നിരക്കാത്തതാണ്, ക്രിസ്തുവിന്റെ വിശുദ്ധിക്ക് നിരക്കാത്തതാണ്, ക്രിസ്തുവിന്റെ നിലവാരത്തിന് നിരക്കാത്തതാണെന്ന് ബോധം വരും. അത് ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഒരിക്കലും നമ്മള് ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ പ്രകാരം ഉണ്ടാക്കരുത്, ഉപദേശങ്ങൾ ഉണ്ടാക്കരുത്, അതിനെ ആസ്വദിക്കുകയും ചെയ്യരുത്. എപ്പോഴും ഏതിനെ നോക്കണം നമ്മള്? ബെരോവയിലുള്ള ശ്രദ്ധന്മാരെ പറയാൻ കാര്യം എന്താ? ക്രിസ്തുവിനുള്ളവരെ കാണും. അവർ കേട്ട വചനം ആര് എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ദിവസവും പരിശോധിച്ചുകൊണ്ടിരുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇത് നമുക്ക് വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെ തെറ്റിക്കും. കാര്യം ഈ അന്ത്യകാലത്തില് കർത്താവിന്റെ പേരെടുത്തുകൊണ്ട് കള്ളപ്രവാചകന്മാര്, ദുരുപദേഷ്ടകന്മാര്, കൾട്ടുകൾ, അല്ലെ, ദുരുപദേഷ്ടകന്മാരൊക്കെ പെരുകും, അല്ലെ. ദൈവത്തിന്റെ വചനത്തില് വളരെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയമായിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത തരത്തിൽ നമ്മൾ അതിനെ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൽ ഉപദേശം പ്രാപിക്കണം, അവനിൽ വേരൂന്നണം, അവന് നിരക്കുന്ന ആളുകളാണോ എന്ന് തിരുവഴുത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാവും, ഇങ്ങനെയല്ല. തിരുത്തണം, നമ്മുടെ മക്കളെ തിരുത്തണം, സഹോദരങ്ങളെ തിരുത്തണം. തിരുത്തിക്കൊടുക്കേണ്ട ഒരു പ്രക്രിയ നമ്മൾ എപ്പോഴും തിരുത്തൽ വേണം.